ഹായ് ഹലോ. അപ്പൊ നമ്മുടെ ക്വാണ്ടം കെമിസ്ട്രിയിലെ ഇൻട്രൊഡക്ഷൻ ടു ക്വാണ്ടം കെമിസ്ട്രി എന്ന ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ MCH 018 ക്വാണ്ടം കെമിസ്ട്രി എന്ന പേപ്പറിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് സെഷൻ ആണത്. ആക്ച്വലി ഈ ഒരു ഓവറോൾ യൂണിറ്റിൽ തന്നെ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് കണ്ടന്റ്സ് കണ്ടാലും മനസ്സിലാവും. ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്നല്ല, പക്ഷെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് അല്ലെങ്കിൽ ക്വാണ്ടം കെമിസ്ട്രി ആ ഒരു കോൺസെപ്റ്റിലോട്ട് നമ്മൾ എങ്ങനെയാണ് എത്തിച്ചേരുന്നത്, അതിന് കാരണമായ കുറച്ച് കാരണങ്ങൾ എന്തൊക്കെയാണ്, മീൻസ് ജസ്റ്റ് ഒരു സെന്റൻസിലായിട്ട് ഒരു പോയിന്റിലായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാനുണ്ട് നമുക്ക് ഇൻട്രൊഡക്ഷനകത്ത്. പിന്നെ നമ്മുടെ സെക്കൻഡ് ടോപ്പിക് വരുന്നത് അഡീക്വസി ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ്. അതായത് ക്ലാസിക്കൽ മെക്കാനിക്സിന് ഒരു ഏകദേശം ഒരു 1890s കൂടി കുറച്ച് ഫിനോമിനാസ് വന്നു. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, ഹീറ്റ് കപ്പാസിറ്റി അറ്റ് ലോ ടെമ്പറേച്ചർ, ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡ്സ് ആണ് സ്പെസിഫിക്കലി പറയണമെന്നുണ്ടെങ്കിൽ. പിന്നെ അറ്റോമിക് സ്പെക്ട്ര. ഇത്രയും കാര്യങ്ങൾ എന്തായില്ല, ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് ക്വാണ്ടൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടം മെക്കാനിക്സ്, ക്വാണ്ടം കെമിസ്ട്രി എന്നൊരു കോൺസെപ്റ്റ് ഒക്കെ ഒറിജിൻ ആവുന്നത്. സോ ഇതിന്റെ ഇൻഅഡീക്വസി ആയിരിക്കും ഈ ക്ലാസിക്കൽ മെക്കാനിക്സിന് എന്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്ന കാര്യങ്ങൾ നമ്മൾ സെക്കൻഡ് ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യും. അതിന്റെ കണ്ടിന്യൂഷൻ പോലെ നമ്മുടെ ക്വാണ്ടൈസേഷൻ എന്ന ടോപ്പിക്കിലോട്ട് നമ്മൾ വരും. ക്വാണ്ടൈസേഷൻ, ഒറിജിൻ ആൻഡ് സക്സസ്. ഫോർത്ത് ടോപ്പിക് ആയിട്ട് നമുക്ക് കുറച്ച് കോൺസിക്വൻസസും കൂടെ ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ കുറച്ച് കോൺസിക്വൻസസ്, അതായത് വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി, ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഈ കാര്യങ്ങളും കൂടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഫസ്റ്റ് ക്വാണ്ടം മെക്കാനിക്സ് അല്ലെങ്കിൽ ക്വാണ്ടം കെമിസ്ട്രി, ക്വാണ്ടം ഫിസിക്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ട കാര്യം എന്താണ്, ക്വാണ്ടം മെക്കാനിക്സ് ആയിക്കോട്ടെ ക്വാണ്ടം കെമിസ്ട്രി ആയിക്കോട്ടെ ഡീൽ ചെയ്യുന്നത് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിനെയാണ്. ഓക്കെ, മെയിൻ ആയിട്ടും ഡീൽ ചെയ്യുന്നത് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിനെയാണ്. അതായത് ആറ്റംസ്, മോളിക്യൂൾസ് പോലുള്ള മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിനെ കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇമ്പോർട്ടന്റ് ആയിട്ടും ക്വാണ്ടം മെക്കാനിക്സ് ഒറിജിൻ ആവുന്നത് തന്നെ. കാരണം ഈ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിന്റെ ബിഹേവിയർ എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് ദി മാക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ആണ്. നമ്മൾ ഡെയിലി കാണുന്ന മാക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് നിന്ന് വളരെയധികം ഡിഫറെന്റ് ആയിട്ടായിരിക്കും ഈ മൈക്രോസ്കോപ്പിക് സിസ്റ്റംസ് ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ക്ലാസിക്കൽ മെക്കാനിക്സിന് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡ്സ് അറ്റ് ലോ ടെമ്പറേച്ചർ, അതുപോലെ അറ്റോമിക് ലൈൻ സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ, ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ പോയതും. ആ ഒരു സിറ്റുവേഷനിലാണ് മാക്സ് പ്ലാങ്ക് ഈ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്വാണ്ടൈസേഷൻ അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ്, ക്വാണ്ടം കെമിസ്ട്രി എന്നൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാക്സ് പ്ലാങ്ക് ആണ്. കാരണം ഒരു 19th സെഞ്ചുറിയുടെ എൻഡോടുകൂടെ ഇത്രയും ഫിനോമിനാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ആ സിറ്റുവേഷനിൽ വന്ന ഒരു കോൺസെപ്റ്റ് ആണ് ക്വാണ്ടൈസേഷൻ എന്നുള്ളത്. ഈ ക്വാണ്ടം മെക്കാനിക്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ബ്ലാക്ക് ബോഡി റേഡിയേഷന്റെ റിസൾട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, സക്സസ്ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. ഓക്കെ, അതുപോലെ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതുപോലത്തെ വേറെയും ഒരുപാട് ഫിനോമിനാസ്, ക്ലാസിക്കൽ മെക്കാനിക്സിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത വേറെയും ഒരുപാട് ഫിനോമിനാസ് ക്വാണ്ടം മെക്കാനിക്സ് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ക്വാണ്ടം ബിഹേവിയർ ഓഫ് പാർട്ടിക്കിൾസ് മെയിൻ ആയിട്ടും രണ്ട് കോൺസിക്വൻസസിനെ ബേസ് ചെയ്തിട്ടാണ്. അതിലൊന്നാണ് വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി, രണ്ടാമത്തത് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇതെല്ലാം നമ്മൾ ചെറിയ ക്ലാസ്സിൽ +1 +2 ലെവലിൽ നമ്മൾ പഠിക്കുന്നതാണ്. എന്താ വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു പാർട്ടിക്കിളിന്, ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിന് എങ്ങനെയായിരിക്കും, വേവ് നേച്ചറും കാണിക്കും, പാർട്ടിക്കിൾ നേച്ചറും കാണിക്കും, അല്ലെ? അതുപോലെ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ഫാസ്റ്റ് മൂവിങ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിന്റെ പൊസിഷനും മൊമെന്റവും നമുക്ക് അറ്റ് എ ടൈം സൈമൾട്ടേനിയസ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റൂല. അതാണ് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ഇത്രയും ഐഡിയാസ് നമുക്ക് എസെൻഷ്യൽ ആയിരുന്നു. ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ, എനർജി ലെവൽസിന്റെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ, ഇലക്ട്രോണിക് എനർജി ലെവൽസിന്റെ ബിഹേവിയറിനെ കുറിച്ചെല്ലാം പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു
അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കോൺസെപ്റ്റ് ക്വാണ്ടൈസേഷൻ എന്നൊരു കോൺസെപ്റ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് ടോപ്പിക് ആണ് ഇൻഅഡീക്വസി ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സ്. ഇതിനകത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ക്ലാസിക്കൽ മെക്കാനിക്സ് വർക്ക് ചെയ്യുന്നത് തന്നെ ഒരു സെറ്റ് ഓഫ് ലോസിന്റെ ബേസിസിലാണ്. മീൻസ് ഈ ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ഒരു അടിത്തറ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു സെറ്റ് ഓഫ് ലോസ് ആണ്. ആ ലോസ് എങ്ങനെയാണ് ആക്ച്വലി ഡിറൈവ് ചെയ്യുന്നത്? ഒരുപാട് ഒരു പീരിയഡ് ഓഫ് ടൈമിൽ കുറച്ചധികം കാലത്ത് നമ്മൾ നടത്തിയ നമ്മുടെ സയന്റിസ്റ്റുകൾ നടത്തിയ ഒരുപാട് ഒബ്സർവേഷൻസ്, അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട്, അതിന്റെയൊക്കെ ബേസിസിൽ നമ്മൾ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ലോസ് ആണ് ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ആ ലോസ് വെച്ചിട്ടാണ് നമ്മൾ ഒരുപാട് ഫിനോമിനാസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്ലാസിക്കൽ മെക്കാനിക്സ് ഇനഫ് ആണ്. മാക്രോസ്കോപ്പിക് സബ്ജക്റ്റിന്റെ കേസിൽ ക്ലാസിക്കൽ മെക്കാനിക്സ് ഇനഫ് ആയിരുന്നു. എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാറ്റലൈറ്റ് ഓർബിറ്റൽസിലെ സാറ്റലൈറ്റ്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിങ് ആൻഡ് ത്രസ്റ്റ് പ്ലാനിങ് ഇൻ സ്പേസ് മിഷൻസ്, ഏത് ഡിസൈഡ് ത്രസ്റ്റിൽ ഒരു മിസൈൽ അല്ലെങ്കിൽ ഒരു സ്പേസ് മിഷൻ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഓരോ സ്റ്റേജിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസിക്കൽ മെക്കാനിക്സിലെ ലോ വെച്ചിട്ട് നമുക്ക് ഓരോ സ്റ്റേജിലെയും എത്ര ഫ്യൂൽ കൺസ്യൂം ചെയ്തു, എത്ര ഫ്യൂൽ ഇഗ്നൈറ്റ് ചെയ്തു, ഓരോ സ്റ്റേജിലും എത്ര പോർഷൻസ്, എത്ര ലെവൽസ് കംപ്ലീറ്റ് ചെയ്തു, അറ്റ്മോസ്ഫിയറിന്റെ ഏത് ലെവലിലോട്ട് എത്തി, ഇത്രയും കാര്യങ്ങളെല്ലാം പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് എന്ത് മതി? ക്ലാസിക്കൽ മെക്കാനിക്സ് മതി. ഇതിന്റെ പുറമെ ഇതുപോലത്തെ കാര്യങ്ങൾ, മീറ്റിയോർ ഷവേഴ്സ്, എക്ലിപ്സസ്, അതുപോലെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഹൈ ആക്യുറസിയിലാണ് ക്ലാസിക്കൽ മെക്കാനിക്സ് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതെല്ലാം ആക്ച്വലി ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ സക്സസ് ആണ്. അതായത് ഒരു 19th സെഞ്ചുറിയുടെ എൻഡോട് കൂടിയിട്ടുള്ള ഒരുപാട് ഫിനോമിനാസ്, നമുക്കറിയാവുന്ന ഒരുപാട് ഫിനോമിനാസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ചിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊരു കൺക്ലൂഷനിലോട്ട് എത്തുകയാണ്. അതായത് ഇനിയിപ്പം എന്ത് വേണ്ട, ഇനി വേറെ ഫിനോമിനാസോ വേറെ ലോസിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി നമ്മൾ ഡെവലപ്മെന്റ് കൊണ്ടുവരേണ്ടത് ഇൻസ്ട്രുമെന്റ്സിലാണ്. അതായത് ഒന്നും കൂടെ പ്രിസൈസ് ആയിട്ട്, ഒന്നും കൂടെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ മെഷർ ചെയ്യാനും കണ്ടുപിടിക്കാനും പറ്റുന്ന ഇൻസ്ട്രുമെന്റ്സിലാണ് നമ്മൾ ഡെവലപ്മെന്റ് കൊണ്ടുവരേണ്ടത് എന്നൊരു കൺക്ലൂഷനിലോട്ട് എത്തുന്നുണ്ട്. കാരണം ആ ഒരു 19th സെഞ്ചുറിയിൽ പ്രിവെയിൽ ആയിട്ടിരുന്ന ഒരുപാട് ഫിനോമിനാസ്, ആൾമോസ്റ്റ് എല്ലാ ഫിനോമിനാസും നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു. അതിന്റെ ഒരു ബേസിസിലാണ് നമ്മൾ ഇങ്ങനെ ഒരു കൺക്ലൂഷനിലോട്ട് എത്തുന്നത്. ഓക്കെ, എന്നാൽ ഒരു 1880s അല്ലെങ്കിൽ ഒരു 1890s കൂടെ വേറെ കുറച്ച് ഫിനോമിനാസ് കൂടെ വരികയാണ്. അതായത് ബ്ലാക്ക് ബോഡി റേഡിയേഷൻസ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, അനോമലസ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡ്സ്, അറ്റോമിക് ലൈൻ സ്പെക്ട്ര, ഇത്രയും കാര്യങ്ങളും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അതായത് ക്ലാസിക്കൽ മെക്കാനിക്സ് പറ്റുന്നില്ല, ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ലോ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് ക്വാണ്ടം മെക്കാനിക്സിലോട്ട് നമ്മൾ വരുന്നത്. അപ്പം ആ ഒരു ക്വാണ്ടൈസേഷൻ അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിലോട്ട് കടക്കുന്നതിന്റെ മുമ്പായിട്ട് നമുക്ക് ഡീൽ ചെയ്യാനുള്ള ഈ ഓരോ ഫിനോമിനാസും നമുക്ക് എന്താണെന്ന് അറിയണം. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്താണെന്ന് അറിയണം, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്താണെന്ന് അറിയണം, അനോമലസ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡ്സ് എന്താണെന്ന് അറിയണം, അറ്റോമിക് ലൈൻ സ്പെക്ട്രയും അറിയണം. ഫസ്റ്റ് ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്ലാക്ക് ബോഡി റേഡിയേഷൻസ് വെച്ചിട്ടാണ്. ബ്ലാക്ക് ബോഡി റേഡിയേഷൻസിനെ കുറിച്ച് പറയുന്നതിന്റെ മുന്നേ അബ്സല്യൂട്ട് സീറോയിലും ഹയർ ടെമ്പറേച്ചറിലുള്ള ഒരു ഒബ്ജക്റ്റ്. അബ്സല്യൂട്ട് സീറോ എന്ന് പറയുമ്പോൾ ഇപ്പം 0 കെൽവിൻ അല്ലെങ്കിൽ -273°C, അതാണ് അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. ഈ ഒരു ടെമ്പറേച്ചറിലും ഹയർ ടെമ്പറേച്ചറിലുള്ള ഒബ്ജക്റ്റ് എന്ത് ചെയ്യും, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് അല്ലെങ്കിൽ തെർമൽ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. ആ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഒബ്ജക്റ്റിനകത്ത് പാർട്ടിക്കിൾസിന്റെ തെർമൽ അജിറ്റേഷൻ ആണ്. ഇപ്പം തെർമൽ അജിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാ, ഇതുപോലത്തെ പാർട്ടിക്കിൾസ്, ഇതുപോലത്തെ എന്തുണ്ടാവും, ചെറിയ ചെറിയ പാർട്ടിക്കിൾസ്. ഇതിപ്പോ ഒരു ഒബ്ജക്റ്റ് ആയി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പാർട്ടിക്കിൾസിന്റെ റാൻഡം മൂവ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, തെർമൽ അജിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനത്തെ തെർമൽ അജിറ്റേഷൻ കൊണ്ടാണ്
ഇങ്ങനത്തെ തെർമൽ അജിറ്റേഷൻ വഴി എന്ത് ചെയ്യും, ഈ ഒരു ഒബ്ജക്റ്റിലെ പാർട്ടിക്കിൾസിന്റെ തെർമൽ അജിറ്റേഷന്റെ റിസൾട്ട് ആയിട്ട് അവിടുന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. കുറച്ച് ഒബ്സർവബിൾ ആയിട്ടുള്ള ഇൻസ്റ്റൻസസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫയർ പ്ലേസ്, ഹീറ്റ് ഫെൽറ്റ് ഈസ് ഡ്യൂ ടു ദി തെർമൽ റേഡിയേഷൻ. അതായത് ഫയർ പ്ലേസ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം ചില ഈ തണുപ്പുള്ള പ്രദേശങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, വീടിനകത്ത് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് തീ കായാൻ പറ്റുന്ന പോലത്തെ ഒരു സെറ്റപ്പ്. അതായത് ഒരു ചെറിയ റൂമിൽ തന്നെ ഒരു ചെറിയ എന്താ പറയാ മീൻസ് ഒരു ചെറിയ പാർട്ട് ഉണ്ടായിട്ട് അവിടെ തീയൊക്കെ വെച്ചിട്ട് തീയൊക്കെ നമുക്ക് കായാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ. വൺസ് നമ്മൾ ആ ഒരു ഏരിയയിലാണ് തീ ഇടുന്നത് എന്നുണ്ടെങ്കിലും ആ ഒരു ഹോൾ റൂമിൽ നമുക്ക് അതിന്റെ ഒരു വാമ് ഫീൽ ചെയ്യും അല്ലെ. കാരണം എന്താ, അവിടുന്ന് തെർമൽ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യാണ്. ആ ഒരു ഫയർ പ്ലേസിൽ നിന്ന് എന്ത് ചെയ്യും, തെർമൽ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. അതുവഴിയാണ് ആ ഒരു വാം നമുക്ക് ഹോൾ റൂമിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. വേറൊരു ഇൻസ്റ്റൻസ് ആണ് ബ്ലാക്ക് സ്മിത്ത്സ് അയൺ റോഡ് എന്നുള്ളത്. അതായത് ഇപ്പൊ നമുക്കറിയാം എന്താ പറയാ, ആലയിലൊക്കെ ആല മീൻസ് നമ്മുടെ കത്തി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് എങ്ങനെയായിരുന്നു, ഹീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു അയൺ റോഡ് ഹീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ കളർ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് ഒബ്സർവബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അതായത് അവിടെ ആക്ച്വലി നടക്കുന്നത് വേവ് ലെങ്ത്തിന്റെ ഷിഫ്റ്റ് ആണ്. ഒരു വേവ് ലെങ്ത്തിൽ നിന്ന് നമ്മുടെ ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇനീഷ്യലി ഉണ്ടായിരുന്ന ഒരു വേവ് ലെങ്ത്തിൽ നിന്ന് വേറൊരു വേവ് ലെങ്ത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. അങ്ങനെ ആ വേവ് ലെങ്ത് ഷിഫ്റ്റ് നടക്കുമ്പം ആ ഒരു വേവ് ലെങ്ത് ഷിഫ്റ്റ് നടക്കുന്നത് കൊണ്ടാണ് ആ എമിറ്റഡ് റേഡിയേഷൻസിന്റെ കളറിലും മാറ്റം വരുന്നത്, ലൈറ്റിൽ മാറ്റം വരുന്നത്. ഓക്കെ, വേറൊരു ഇൻസ്റ്റൻസ് ആണ് ഇലക്ട്രിക് ഹീറ്റർ. ഇലക്ട്രിക് ഹീറ്റർ എങ്ങനെ, IR റേഡിയേഷൻസ് ആയിരിക്കും എമിറ്റ് ചെയ്യുന്നത് ലോവർ ടെമ്പറേച്ചറിൽ. അതുകൊണ്ടാണ് IR റേഡിയേഷൻസ് എന്ന് പറയുന്നത് ഹീറ്റ് എനർജിയാണ് അല്ലെ. അതുപോലെ ഈ IR റേഡിയേഷൻസിന്റെ വേറെയും ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിനകത്ത് രണ്ടെണ്ണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് നൈറ്റ് വിഷൻ ക്യാമറാസ്. ഈ നൈറ്റ് വിഷൻ ക്യാമറാസിന് ഹ്യൂമൻ മൂവ്മെന്റിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്ന് വെച്ചാല് ആക്ച്വലി അവിടെ ഈ IR റേഡിയേഷൻസ് ആണ് ഹ്യൂമൻ മൂവ്മെന്റിനെ ഡിറ്റക്ട് ചെയ്യുന്നത്. വേറൊന്ന് ഓറൽ ഇയർ തെർമോമീറ്റേഴ്സ്. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന തെർമോമീറ്ററിനും എമിറ്റ് ചെയ്യുന്നത് IR റേഡിയേഷൻസ് ആണ്. വേറൊരു ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ ആണ് കോണ്ടാക്ട്ലെസ് IR തെർമോമീറ്റേഴ്സ്. COVID-19 പാൻഡമിക് സമയത്തൊക്കെ വൈഡ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത് ഇതുപോലത്തെ തെർമോമീറ്റേഴ്സ് ആയിരുന്നു. ഈ തെർമോമീറ്റേഴ്സും വർക്ക് ചെയ്യുന്നത് ഇൻഫ്രാറെഡിന്റെ ഡിറ്റക്ഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. ഓക്കെ. നെക്സ്റ്റ്, എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഓൺ എമിറ്റഡ് റേഡിയേഷൻസ്. ഇനി എന്താണ് ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് ഇതിനനുസരിച്ച് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിക്രീസ് ഇതിനനുസരിച്ച് അവിടുന്ന് പുറത്തോട്ട് വരുന്ന റേഡിയേഷൻസിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസസ്, നമ്മൾ വൺസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പം അവിടുത്തെ വേവ് ലെങ്ത് എന്ത് ചെയ്യും, ഒരു ലോവർ വേവ് ലെങ്ത് സൈഡിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതായത് വേവ് ലെങ്ത് ആക്ച്വലി അവിടെ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് ഒരു 600 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു ഡൾ റെഡ് ലൈറ്റ് കാണുന്നത്. അതായത് 600 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ എത്തിക്കഴിയുമ്പോൾ വേവ് ലെങ്ത് ഡിക്രീസ് ചെയ്ത് ഒരു വിസിബിൾ റീജിയനിലോട്ട് വരാൻ തുടങ്ങും. വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്താൽ ഈ റെഡ് എന്നുള്ളത് യെല്ലോ ആയിട്ട് മാറും, അത് പിന്നീട് വൈറ്റ് ആയിട്ട് മാറും. അതായത് 2000 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ എത്തിക്കഴിയുമ്പോഴേക്കും ഒരു ഇൻകാൻഡസൻസ്, ഒരു വൈറ്റ് ആയിട്ട് അത് നമുക്ക് കാണാൻ പറ്റും. അതായത് അറ്റ് ഈവൻ ഹയർ ടെമ്പറേച്ചേഴ്സ്, ഇനി ഇതിലും ടെമ്പറേച്ചർ 2000ലും ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന കേസസിൽ എങ്ങനെയായിരിക്കും, അൾട്രാവയലറ്റ് റേഡിയേഷൻസ്, UV റേഡിയേഷൻസ് വരെ എമിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഈ ഒരു കളർ ചേഞ്ച്, ഈ എമിറ്റഡ് റേഡിയേഷൻസിൽ വരുന്ന കളർ ചേഞ്ച് ആക്ച്വലി ഡ്യൂ ടു ചേഞ്ച് ഇൻ സ്പെക്ട്രൽ ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. എന്താ സ്പെക്ട്രൽ ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ഒരു ചേഞ്ച് അക്രോസ് എ വേവ് ലെങ്ത്, ഡിഫറെന്റ് വേവ് ലെങ്തിനനുസരിച്ച് ആ എമിറ്റ് ചെയ്യുന്ന ലൈറ്റിൽ വരുന്ന ചേഞ്ചിനെയാണ് നമ്മൾ സ്പെക്ട്രൽ ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സ്പെക്ട്രൽ ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ വേവ് ലെങ്തിനനുസരിച്ച് എന്ത് ചെയ്യാം, എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിന്റെ ലൈറ്റ് ചേഞ്ച് ചെയ്യാം അല്ലെ. അതാണ് ആക്ച്വലി ഇവിടുത്തെ കളർ ചേഞ്ചിനും കാരണമായിട്ടുള്ളത്. ഓക്കെ, ഇനി ഇങ്ങനെ ഈ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിനനുസരിച്ച് ആ ഒരു ലൈറ്റ് ചേഞ്ചിൽ വരുന്ന മാറ്റം അല്ലെങ്കിൽ ആ ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് അവിടുത്തെ എമിറ്റ് ചെയ്യുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത്തിൽ വരുന്ന മാറ്റം മെയിൻ ആയിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് രണ്ട് ഫാക്ടേഴ്സിനെയാണ്.
ഒന്ന് ഒബീവിയസ് ആയിട്ടും ടെമ്പറേച്ചർ, രണ്ടാമത്തെ ഒരു കാര്യം നേച്ചർ ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടുന്ന് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ വേവ് ലെങ്ത് അല്ല. ഇപ്പൊ ഒരു ഇൻസ്റ്റൻസ്, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 500 നാനോമീറ്റർ, ഇങ്ങനെ ഒരു 500 നാനോമീറ്ററിലുള്ള വേവ് ലെങ്തിലുള്ള റേഡിയേഷൻസ് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവിടെ ഒരു എന്താ പറയാ, ഒരു റേഞ്ച് ഓഫ് വേവ് ലെങ്ത് ആയിരിക്കും. അപ്പൊ ഒരു 500 ടു അല്ലെങ്കിൽ 300 ടു 500 അത്രയും റേഞ്ചിൽ വരുന്ന വേവ് ലെങ്ത്തുകളെല്ലാം ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ പോലെ എമിറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ആക്ച്വലി ഇവിടെ നടക്കുന്നത്. ഈ എമിറ്റഡ് റേഡിയേഷൻസിൽ ഇപ്പൊ നമ്മൾക്ക് ഒരു ഒബ്ജക്റ്റിൽ ഒരു പാർട്ടിക്കിൾ ഹീറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് നിന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് എമിറ്റ് ചെയ്തു. ആ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിന്റെ എല്ലാം വേവ് ലെങ്ത് 500 ആണെന്നല്ല അതിനർത്ഥം. ഒരു റേഞ്ച് ആയിരിക്കും, 300 ടു 500, 200 ടു 300, അങ്ങനെ ആ ഒരു റേഞ്ചിൽ വരുന്ന റേഡിയേഷൻസ് ആയിരിക്കും എമിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ അല്ലെങ്കിൽ ബ്ലാക്ക് ബോഡി എന്താണെന്ന് പറയാൻ പോവാണ്. ആക്ച്വലി ബ്ലാക്ക് ബോഡിനെ കുറിച്ച് പറയുമ്പോൾ ബ്ലാക്ക് ബോഡി എന്നൊരു കോൺസെപ്റ്റ് ഒരു ഐഡിയൽ കോൺസെപ്റ്റ് ആണ്. അങ്ങനെ ഒരു ബോഡി നമുക്ക് എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് അത്ര പോസിബിൾ അല്ല. നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് നമ്മൾ പറയാണ് ഇങ്ങനെയാണെങ്കിൽ ഇതൊരു ബ്ലാക്ക് ബോഡി ആകും എന്ന് നമുക്ക് പറയാം എന്നല്ലാതെ ഐഡിയലി ഇതൊരു ബ്ലാക്ക് ബോഡി ആണെന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കാനൊന്നുമില്ല. പിന്നെ കാർബൺ ബ്ലാക്ക് ഒക്കെ പറയാറുണ്ട്, പക്ഷെ എന്നാലും അതൊരു കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡ് ബ്ലാക്ക് ബോഡി ഒന്നും അല്ല. ഓക്കെ, അപ്പൊ ബ്ലാക്ക് ബോഡി എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു പെർഫെക്റ്റ് അബ്സോർബർ ആയിരിക്കും. ദാറ്റ് മീൻസ് അതിനകത്ത് വീഴുന്ന ഏത് ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻ ആയിക്കോട്ടെ അത് അബ്സോർബ് ചെയ്യും. അതുപോലെ തന്നെ ഒരു പെർഫെക്റ്റ് എമിറ്റർ ആണ്. വൺസ് നമ്മൾ അത് ഹീറ്റ് ചെയ്താൽ അതിനകത്ത് വീണിട്ടുള്ള അത് അബ്സോർബ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് റേഡിയേഷൻസിനെയും അത് എമിറ്റ് ചെയ്യും. അപ്പൊ ബ്ലാക്ക് ബോഡി പെർഫെക്റ്റ് അബ്സോർബർ ആണ്, പെർഫെക്റ്റ് എമിറ്റർ ആണ്. നമ്മൾ പറഞ്ഞു ബ്ലാക്ക് ബോഡി എന്നുള്ളത് ഒരു ഐഡിയൽ ബ്ലാക്ക് ബോഡി ആണ്. പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി എന്നുള്ളത് ഒരു ഐഡിയൽ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഡസ് നോട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. ആ അപ്രോക്സിമേഷൻസ് ആണ് ഒരു ബ്ലാക്ക് ഹോളോ സ്ഫിയർ വിത്ത് എ സ്മാൾ പിൻ ഹോൾ. അതായത് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്നത് ഒരു ബ്ലാക്ക് ഹോളോ സ്ഫിയർ ആയിരിക്കും. ഒരു ചെറിയൊരു പിൻ ഹോൾ ഉണ്ടാകും. ഈ പിൻ ഹോളിലൂടെ എന്ത് ചെയ്യും? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് അകത്തോട്ട് കടക്കും. അങ്ങനെ അകത്തോട്ട് കടന്നു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ഇതിന്റെ ഈ ഒരു ഹോളോസ്ഫിയറിന്റെ അകത്ത് വെച്ച് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് റിഫ്ലക്ഷൻസ് നടക്കും. ഇങ്ങനെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് നടക്ക വഴി എന്ത് ചെയ്യും? മാക്സിമം റേഡിയേഷൻസ് ഇത് അബ്സോർബ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു ബ്ലാക്ക് ബോർഡിനെ അസ്യൂം ചെയ്യുന്നത്. സി ഇവിടെ നോക്ക്, റേഡിയേഷൻ എൻ്ററിങ് ത്രൂ ദ പിൻ ഹോൾ. ഈ പിൻ ഹോളിലൂടെ എൻ്റർ ചെയ്യുന്ന റേഡിയേഷൻസ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് നടക്കും. ഈ ഒരു ബോർഡിന്റെ അകത്ത് വെച്ച് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് നടക്കും. അതുവഴി എന്ത് ചെയ്യും? മാക്സിമം അബ്സോർപ്ഷൻസ് നടക്കും. ഈ ഒരു ബോഡിയിലോട്ട് മാക്സിമം റേഡിയേഷൻസ് അബ്സോർബ് ചെയ്യും. ഇവഞ്ച്വലി റേഡിയേഷൻ റീച്ചസ് ഇക്വിലിബ്രിയം വിത്ത് ക്യാവിറ്റി ദാറ്റ് ഇസ് ഈക്വൽ ടു ബിഹേവ് ആസ് എ ബ്ലാക്ക് ബോഡി. ഇങ്ങനെ റേഡിയേഷൻസ് എന്ത് ചെയ്തു? മാക്സിമം അബ്സോർപ്ഷൻസ് നടന്നു കഴിഞ്ഞ് ഒരു പോയിന്റിൽ ഇത് ഇക്വിലിബ്രിയത്തിൽ എത്തും. ഈ ക്യാവിറ്റി ആയിട്ട് ഒരു ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന കേസിൽ, അതായത് ഇനി അവിടുന്ന് അബ്സോർബ് ചെയ്യുന്ന റേഡിയേഷൻസിന്റെ എമൗണ്ടും എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിന്റെ എമൗണ്ടും സെയിം ആവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് പറയാം? ഈ ബോഡി ഒരു ബ്ലാക്ക് ബോഡി ആണെന്ന് പറയാം. ഓക്കെ, ഇനി എന്താണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻസ്? വൺസ് നമ്മൾ ഇതുപോലത്തെ ഒരു ബ്ലാക്ക് ബോഡി ഹീറ്റ് ചെയ്താൽ ആ ബോഡി എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിനെയാണ് നമ്മൾ ബ്ലാക്ക് ബോഡി റേഡിയേഷൻസ് എന്ന് പറയുന്നത്. എ ബ്ലാക്ക് ബോഡി എമിറ്റ്സ് റേഡിയേഷൻസ് ഓവറാൾ ഫ്രീക്വൻസീസ് വെൻ ഹീറ്റഡ് ടു ഇൻകാൻഡസൻസ്. അതായത് വൺസ് അത് എല്ലാ ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻസും അബ്സോർബ് ചെയ്യും. അതുപോലെ തന്നെ അത്രയും ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻസിനെയും അത് എന്ത് ചെയ്യും? എമിറ്റ് ചെയ്യും. ഇനി the emission spectra has a characteristic distribution that depends only on the temperature, not on the material. ഇത് ബ്ലാക്ക് ബോർഡിന്റെ ഒരു പെക്യുലാരിറ്റി ആണ്. അതായത് ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, അല്ലാതെ ആ മെറ്റീരിയൽ നേച്ചർ ഓഫ് ദ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ആണ് ക്രിച്ച്ഹോഫ്സ് ലോ. ക്രിച്ച്ഹോഫ് ലോ ഇമ്പോർട്ടന്റ് ആണ്. ക്രിച്ച്ഹോഫ് ലോ ഒന്നുമില്ല,
ഇത്രയും മനസ്സിലാക്കി വെക്കുക. ക്രിച്ചോഫ് ലോ പറയുന്നത് എ ബ്ലാക്ക് ബോഡി ഈസ് എ പെർഫെക്റ്റ് അബ്സോർബർ ആസ് വെൽ ആസ് എ പെർഫെക്റ്റ് എമിറ്റർ. അതായത് ബ്ലാക്ക് ബോഡി എന്ത് ചെയ്യും, അതിനകത്ത് വീഴുന്ന എല്ലാ റേഡിയേഷൻസിനെയും അബ്സോർബ് ചെയ്യും. അതുപോലെ തന്നെ അതിനകത്ത് നിന്ന് എന്ത് ചെയ്യും, മാക്സിമം റേഡിയേഷൻസിനെയും അത് എന്ത് ചെയ്യും, ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ ആ മാക്സിമം റേഡിയേഷൻസിനെ പോസിബിൾ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ, ഒരു ടെമ്പറേച്ചറിൽ പോസിബിൾ ആയിട്ടുള്ള എല്ലാ റേഡിയേഷൻസിനെയും അത് എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും. ഇതാണ് ക്രിച്ചോഫ് ലോ. ക്രിച്ചോഫ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് എ ബ്ലാക്ക് body is a perfect absorber and a perfect emitter. Okay. നെക്സ്റ്റ് ആണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. നമ്മൾ പറഞ്ഞു റേഡിയേഷൻ എമിറ്റഡ് ബൈ ദ ഹീറ്റഡ് ബ്ലാക്ക് ബോഡി. വൺസ് എ ബ്ലാക്ക് ബോഡി നമ്മൾ ഹീറ്റ് ചെയ്താൽ അതിനകത്ത് നിന്ന് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിനെയാണ് നമ്മൾ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഇതൊരു പ്ലോട്ടാണ്, അതായത് ഒരു എനർജി ഡെൻസിറ്റി വേവ് ലെങ്ത് തമ്മിലുള്ള പ്ലോട്ടാണ്. ഒരു ബ്ലാക്ക് ബോഡിയെ വൺസ് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷന്റെ വേവ് ലെങ്തിയും എനർജി ഡെൻസിറ്റിയും തമ്മിൽ പ്ലോട്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫാണത്. ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സിൽ പറയുന്നുണ്ട്. T5 ആണ് ഹയർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, T1 ലോവസ്റ്റ് ടെമ്പറേച്ചർ. അപ്പൊ T1 എന്നൊരു ടെമ്പറേച്ചർ നമ്മളൊരു ബ്ലാക്ക് ബോഡിയെ ഹീറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നിന്ന് എമിറ്റ് ചെയ്ത റേഡിയേഷൻസിന്റെ വേവ് ലെങ്ത്തും എനർജിയും തമ്മിൽ പ്ലോട്ട് ചെയ്ത ഗ്രാഫാണ് ഈ കാണിച്ചിട്ടുള്ളത്. T2 എന്ന ടെമ്പറേച്ചറിൽ എമിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്സർവ് ചെയ്ത വേവ് ലെങ്ത്തും എനർജി ഡെൻസിറ്റിയും തമ്മിലുള്ള ഗ്രാഫ്. അങ്ങനെ ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഏരിയ അണ്ടർ ദ ഗ്രാഫ്. ഈ ഗ്രാഫിന്റെ അണ്ടറിൽ വരുന്ന ഏരിയ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എനർജിനെയാണ്. ഓക്കെ, ഔട്ട്പുട്ട് എനർജിനെയാണ് ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ ഗ്രാഫ് നമ്മൾ 3 കൺക്ലൂഷനിലോട്ട് എത്തുന്നുണ്ട്. അതിനകത്ത് ഫസ്റ്റ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്താണ്, എനർജിനെയാണ്, ഔട്ട്പുട്ട് എനർജിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് നോക്ക്, ഹയർ ടെമ്പറേച്ചർ T5 ആണ്. ഒരു ഹയർ ടെമ്പറേച്ചറിൽ, ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്താൽ ഏരിയക്ക് എന്താ സംഭവിക്കുന്നത്, ഏരിയയും മീൻസ് T5 എന്ന് പറയുന്നത് ഇതാണ്. T5 എന്നൊരു ടെമ്പറേച്ചറിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒബ്സർവ് ചെയ്ത കർവ് ഇത്രയും ഉണ്ട്. അതായത് ഇത്രയും ഏരിയയിൽ എന്താണ് ആക്ച്വലി, ഇത്രയും ഏരിയ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എനർജിനെയാണ്. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് എനർജി, ഔട്ട്പുട്ട് എനർജി ഓൾസോ ഇൻക്രീസസ്, അല്ലെ? അതാണ് നമ്മുടെ ഫസ്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ദ ടോട്ടൽ എനർജി ഔട്ട്പുട്ട് ഇൻഡിക്കേറ്റഡ് ബൈ ദ ഇൻക്രീസ് indicated by the increase in the area under the curve. ഈ കർവിന്റെ അണ്ടറിലുള്ള ഏരിയ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ടോട്ടൽ എനർജി. സോ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ടോട്ടൽ എനർജിയും ഇൻക്രീസ് ചെയ്യും. സെക്കൻഡ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ഇപ്പം നോക്ക്, ഈ ടെമ്പറേച്ചർ T1 ആയിരുന്നപ്പോ നമ്മുടെ വേവ് ലെങ്ത് ലാംഡ മാക്സ് ഇവിടെ ആയിരുന്നു. T2 ആയപ്പോ അത് ഇങ്ങോട്ട് ഒരു ലോവർ വേവ് ലെങ്ത് സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. T2 ആയപ്പം T3 ആയപ്പം ഇവിടെ ആയി, T4 ആയപ്പം ഇവിടെ ആയി, T5 ആയപ്പം ഇവിടെ ആയി, അല്ലെ? അതായത് നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ലാംഡ മാക്സിന്റെ വാല്യൂ എങ്ങനെയാണ്, ഒരു ലോവർ വേവ് ലെങ്ത് സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മുടെ സെക്കൻഡ് കൺക്ലൂഷൻ. വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ദി ലാംഡ മാക്സ് ഷിഫ്റ്റ് ടു ദി ലോവർ വേവ് ലെങ്ത്. ഓക്കെ, ഇനി next, the spectrum depends on the temperature only and not on the nature of the object. That is what the black body is made up of, does not matter. Third postulate എന്ന് പറയുന്നത്, ഇതിനകത്ത് നോക്ക്, ഇതിനകത്ത് ആകെ ഡിപ്പെൻഡന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഫാക്ടർ ടെമ്പറേച്ചർ ആണ്, അല്ലെ? വേറൊന്നും ഇവിടെ നമ്മുടെ ബ്ലാക്ക് ബോഡിയുടെ മെറ്റീരിയൽ ഏതാണെന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് തന്നെയാണ് നമ്മുടെ തേർഡ് പോസ്റ്റ്ലേറ്റ്സ്. സോ ഈ ഒരു കർവ് നമ്മൾ എത്തുന്ന 3 കൺക്ലൂഷൻസ് ആണത്, ഒബ്സർവേഷൻസ് ആണത്. ഒന്ന്, വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഔട്ട്പുട്ട് എനർജി ഇൻക്രീസസ്. വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ലാംഡ മാക്സ് ഷിഫ്റ്റ് ടു ദി ലോവർ വേവ് ലെങ്ത് സൈഡ്. തേർഡ് ഒബ്സർവേഷൻ, സ്പെക്ട്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ടെമ്പറേച്ചറിനെ മാത്രമേ ഉള്ളൂ, നോട്ട് ഓൺ ദി മെറ്റീരിയൽ ഓഫ് ദി ഒബ്ജെക്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ 3 ഒബ്സർവേഷൻസ് കിട്ടി. ബ്ലാക്ക് ബോഡി റേഡിയേഷൻസിനെ നമ്മൾ ഡിഫറെന്റ് ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്ത് ഗ്രാഫ് പ്ലോട്ട് ചെയ്തപ്പോ നമുക്ക് 3 ഒബ്സർവേഷൻസ് കിട്ടി. ഇനി നമ്മൾ ഈ റിസൾട്ടിനെ ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ച് കമ്പയർ ചെയ്യാൻ പോവാണ്. ഓക്കെ, നമുക്കറിയാം ക്ലാസിക്കൽ മെക്കാനിക്സിൽ ബോൾട്സ്മാൻ-സ്റ്റീഫൻ ലോ ഉണ്ട്. ഈ ബോൾട്സ്മാൻ-സ്റ്റീഫൻ ലോ എന്താ പറയുന്നത്, റേഡിയേഷൻ എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി 4th പവർ ഓഫ് ദി ടെമ്പറേച്ചർ ആണ്, അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ET എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് റേഡിയേഷൻ എനർജിയാണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T⁴, ദാറ്റ് ഈസ് ET is equal to a constant into T⁴. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ദ ഫസ്റ്റ് ഒബ്സർവേഷൻ ലിസ്റ്റഡ് above, that is the total
output increase with increase in temperature can be qualitatively recoiled with this law. According to another law base, അതിലോട്ട് ഞാൻ വരാം. അതിന്റെ മുന്നേ ഈ ഒരു ലോ നോക്ക് ഇവിടെ പറഞ്ഞത് റേഡിയേഷൻ എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ദാറ്റ് മീൻസ് റേഡിയേഷൻ എനർജി ഇൻക്രീസ് ചെയ്താൽ ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യും. തിരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് കൺക്ലൂഷൻ ആയി വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എനർജി ഓൾസോ ഇൻക്രീസസ് അല്ലെ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഒബ്സർവേഷൻ ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ച് നമുക്ക് പറയാൻ പറ്റും. ഇനി സെക്കൻഡ് ഒബ്സർവേഷൻ, ഇവിടെ വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ ആണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് കാണിക്കാം. എന്താണ് വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ എന്ന് പറയുന്നത്? ലാംഡ മാക്സ് ഇസ് ഈക്വൽ ടു ലാംഡ മാക്സ് ഇൻറ്റു ടി ഇസ് ഈക്വൽ ടു 2.898 into 10⁻³ എന്നതിനെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഓവറോൾ വാല്യൂന് നമ്മൾ കോൺസ്റ്റന്റ് സി എന്ന് ഡിനോട്ട് ചെയ്യാൻ പോവാണ്, കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. സോ ലാംഡ മാക്സ് ഇസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഇൻറ്റു ടി. ലാംഡ ഈ ടീനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ലാംഡ മാക്സ് ഇസ് ഈക്വൽ ടു സി ബൈ ടി. സോ ഈ കോൺസ്റ്റന്റിന് നമ്മൾ റിമൂവ് ചെയ്താൽ എങ്ങനെ വരും? ലാംഡ മാക്സ് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് റിമൂവ് ചെയ്യുന്ന സമയത്ത് പ്രൊപ്പോർഷണാലിറ്റി സൈൻ ആകും. ലാംഡ മാക്സ് ഈസ് 1/t. ലാംഡ മാക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു, ദാറ്റ് മീൻസ് ലാംഡ മാക്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇതെന്തായി? നമ്മുടെ സെക്കൻഡ് പോസ്റ്റുലേറ്റ് ആയി. അതായത് എന്തായിരുന്നു നമ്മുടെ സെക്കൻഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്? വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ദി ലാംഡ മാക്സ് ഷിഫ്റ്റ് ടു ലോവർ വേവ് ലെങ്ത് സൈഡ് അല്ലെ. അതായത് ഇവിടെ നോക്ക്, നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ലാംഡ മാക്സിനോട്. സോ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ലാംഡ മാക്സ് ലോവർ ആകും അല്ലെ. അപ്പോ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. സെക്കൻഡില് പോസ്റ്റുലേറ്റ് അല്ല, കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒബ്സർവേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. എന്നാൽ നമ്മുടെ തേർഡ് ഒബ്സർവേഷൻ നമുക്ക് അങ്ങനെ ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ചിട്ട് ഒബ്സർവ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് നേച്ചർ ഓഫ് ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന കാര്യം, നമുക്കത് ഗ്രാഫിക്കലി ഒബ്റ്റെയിൻ ചെയ്തൊരു കാര്യമാണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. സി, ഇത് നമ്മൾ സെക്കൻഡത്തെ ഒബ്സർവേഷൻ ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ടു ഓഫ് ദി ലിസ്റ്റഡ് ഒബ്സർവേഷൻ കുഡ് ബി എക്സ്പ്ലെയിൻഡ് ക്വാളിറ്റേറ്റീവ്ലി ബൈ ക്ലാസിക്കൽ മെക്കാനിക്സ്. ടു ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്ലെയിൻ ദ നേച്ചർ ഓഫ് എക്സ്പെരിമെന്റലി ഒബ്സർവ്ഡ് കർവ്, വെയിൻ മോഡിഫൈഡ് ബോൾട്ട്സ്മാൻ സ്റ്റീഫൻ ലോ ആൻഡ് ഡിറൈവ്ഡ് ദി ഫോളോയിങ് എക്സ്പ്രഷൻ. നമുക്കിപ്പോ ക്വാളിറ്റേറ്റീവ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. ഇനി എന്ത് ചെയ്യാണ്, ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് വെയിൻ എന്ത് ചെയ്തു, ബോൾട്ട്സ്മാൻ സ്റ്റീഫൻ ലോ മോഡിഫൈ ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഈ ലാംഡ ഇസ് ഈക്വൽ ടു എ ബൈ ലാംഡ റൈസ് ടു 5 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എ ബൈ ലാംഡ ടി. അതിനകത്ത് ഈ ലാംഡ എന്ന് പറയുന്നത് ലാംഡ എന്നൊരു സ്പെസിഫിക് വേവ് ലെങ്ത് ഉള്ള തെർമൽ റേഡിയേഷൻസ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിന്റെ എനർജി. സോ ഈ ലാംഡ എങ്ങനെയായിരുന്നു, ബാക്കിയെല്ലാം കോൺസ്റ്റന്റ്സ് ആണ്. ഈ കോൺസ്റ്റന്റ്സ് എല്ലാം നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഈ ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ റൈസ് ടു 5 ആണ് അല്ലെ. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എക്സ്പെരിമെന്റൽ ഒബ്സർവേഷൻ ആയിട്ട് എഗ്രി ചെയ്യുന്നുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും എഗ്രി ചെയ്യുന്നുണ്ട്. അതായത് എനർജി എങ്ങനെയായിരുന്നു, വേവ് ലെങ്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലെ. ഓക്കെ, you may note that in the higher wavelength regions Wein's prediction do not match with the experimental curve. Okay, നമ്മൾ പറഞ്ഞു എനർജി വേവ് ലെങ്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇത് ഏത് റീജിയനിൽ ആപ്ലിക്കബിൾ ആയിരുന്നു, ലോവർ വേവ് ലെങ്ത് റീജിയനിൽ ആപ്ലിക്കബിൾ ആയിരുന്നു. എന്നാൽ നമ്മൾ ഹയർ വേവ് ലെങ്ത് റീജിയനിലോട്ട് വരുമ്പോൾ ഇത് ആപ്ലിക്കബിൾ അല്ല, അവിടെ ഒരു ഡിസ്ക്രിപ്പൻസി കാണുന്നുണ്ട്. ഓക്കെ, സോ വെയിൻ ആക്ച്വലി ഇവിടെ ബോൾട്ട്സ്മാൻ സ്റ്റീഫൻ ലോ തന്നെയാണത്. ഈ ബോൾട്ട്സ്മാൻ സ്റ്റീഫൻ ലോ വെയിൻ മോഡിഫൈ ചെയ്തപ്പോൾ നമുക്ക് ലോവർ വേവ് ലെങ്ത് റീജിയനിലെ കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. എന്നാൽ ഹയർ വേവ് ലെങ്ത് റീജിയനിലോട്ട് വരുമ്പം ഡിസ്ക്രിപ്പൻസി കാണിക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്തു, അപ്പൊ അതവിടെ നിൽക്കട്ടെ. പിന്നെ വേറൊരു സയന്റിസ്റ്റ് ലോർഡ് റെയ്ലിംഗ് എന്ത് ചെയ്യാണ്, വീണ്ടും എന്ത് ചെയ്യാണ്, ഈ ഒരു എക്സ്പ്രഷന് മോഡിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റോ ലാംഡ ടി ഈസ് ഈക്വൽ ടു 8/kBt ഡിവൈഡഡ് ബൈ ലാംഡ റൈസ് ടു 4. ആക്ച്വലി ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹയർ വേവ് ലെങ്തിലെ ഡിസ്ക്രിപ്പൻസി പരിഹരിക്കാം.
ദാറ്റ് മീൻസ് ഹയർ വേവ് ലെങ്തിനെ നമുക്ക് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാൽ ലോവർ വേവ് ലെങ്തിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷൻ അപ്ലിക്കബിൾ ആവുന്നില്ല. സോ രണ്ട് സയന്റിസ്റ്റുകളാണ് ഇവിടെ എക്സ്പ്രഷനെ മോഡിഫൈ ചെയ്തത്. വെയിന് മോഡിഫൈ ചെയ്തു, ലോർഡ് റെയിലിംഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റും മോഡിഫൈ ചെയ്തു. വെയിനിന്റെ മോഡിഫിക്കേഷൻ ലോവർ വേവ് ലെങ്തിൽ അപ്ലിക്കബിൾ ആയിരുന്നു, ലോർഡ് റെയിലിംഗിന്റെ മോഡിഫിക്കേഷൻ ഹയർ വേവ് ലെങ്തിൽ അപ്ലിക്കബിൾ ആയിരുന്നു. അനദർ സീരിയസ് എഫേർട്ട് വാസ് മെയ്ഡ് ബൈ ലോർഡ് റെയിലിംഗ് വിച്ച് വാസ് ലേറ്റർ മോഡിഫൈഡ് slightly by Jeans to explain the curve. Lord Rayleigh axiomed that the atoms and molecules constituting the black body can be visualized as oscillator that can absorb electromagnetic radiation of all possible frequencies, and secondly the total energy available to a system is distributed among all possible oscillators in the system. Actually നമ്മൾ പറഞ്ഞു ലോർഡ് റെയിലിംഗ് മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ആ മോഡിഫിക്കേഷന്റെ ബേസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു ഒബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ബോഡിയിലെ പാർട്ടിക്കിൾസിനെ എന്തായിട്ട് അസ്യൂം ചെയ്തിട്ടാണ്? ഓസിലേറ്റർ ആയിട്ട് അസ്യൂം ചെയ്തിട്ടാണ് ഈ ഒരു മോഡിഫിക്കേഷൻ നടക്കുന്നത്. അതായത് ഒരു ബ്ലാക്ക് ബോഡി, നമ്മൾ പറഞ്ഞു ബ്ലാക്ക് ബോഡി ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഫ്രീക്വൻസിനെയും ഏതൊരു ഫ്രീക്വൻസിയുള്ള റേഡിയേഷനെയും അത് അബ്സോർബ് ചെയ്യും. ആക്ച്വലി അവിടെ അബ്സോർബ് ചെയ്യുന്നത് ആ ഓസിലേറ്റേഴ്സ് ആണ്. ആ ഒരു അസംഷനിലാണ് ഒരു ബ്ലാക്ക് ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എല്ലാം ഓസിലേറ്റേഴ്സ് ആണെന്നും ആ ഓസിലേറ്റേഴ്സ് ആണ് ഈ റേഡിയേഷൻസിനെല്ലാം അബ്സോർബ് ചെയ്യുന്നതെന്നും ഈ ഒരു അസംഷനിലാണ് ലോർഡ് റെയിലിംഗ് എന്ന സയന്റിസ്റ്റ് ഇങ്ങനെ ഒരു മോഡിഫിക്കേഷൻ നടത്തുന്നത്. പക്ഷെ ഈ ഒരു മോഡിഫിക്കേഷൻ എവിടെ അപ്ലിക്കബിൾ ആയിരുന്നു? ഹയർ വേവ് ലെങ്ത് റീജിയനിൽ അപ്ലിക്കബിൾ ആയിരുന്നു. എന്നാൽ ലോവർ വേവ് ലെങ്ത് റീജിയനിലോട്ട് വരുമ്പോൾ അപ്ലിക്കബിൾ ആയില്ല. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ചിട്ട് നമുക്ക് ഹൈ വേവ് ലെങ്ത് റീജിയന് മീൻസ് നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഒരു എക്സ്പ്രഷൻ ഈസ് അപ്ലിക്കബിൾ ടു ഹൈ വേവ് ലെങ്ത് റീജിയൻ, അനദർ എക്സ്പ്രഷൻ ഈസ് അപ്ലിക്കബിൾ ടു ലോവർ വേവ് ലെങ്ത് റീജിയൻ. എന്നാൽ രണ്ട് റീജിയനിലെയും നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നടക്കുന്ന ഫിനോമിനാസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല. വേറൊരു കാര്യം, ഈ തിയറി പ്രൊഡിക്ട് ചെയ്തത് മോസ്റ്റ് ഓഫ് ദി എനർജി ഇൻ ദി അൾട്രാവയലറ്റ് റീജിയൻ, അതായത് ഒരുപാട് എനർജീസ് വരുന്നത് അൾട്രാവയലറ്റ് റീജിയൻ ആണെന്നും അതൊരു അൾട്രാ യു വി കാറ്റാസ്ട്രോഫി എന്ന് പറഞ്ഞാൽ ഒരു ഡാമേജ്, ഡിഫിക്കൽട്ട് എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. അങ്ങനെ ഒരു കാറ്റാസ്ട്രോഫി കാരണമാവുന്നുണ്ടെന്നൊക്കെ ഈ തിയറി വെച്ച് പ്രൊഡിക്ട് ചെയ്യുന്നുണ്ട്. സോ വെയിൻസ് ലോ എന്ത് എക്സ്പ്ലെയിൻ ചെയ്തു? ലോ വേവ് ലെങ്ത് റീജിയൻ എക്സ്പ്ലെയിൻ ചെയ്തു. റെയിലിംഗ്സ് ലോ ഹൈ വേവ് ലെങ്ത് റീജിയൻ എക്സ്പ്ലെയിൻ ചെയ്തു. എന്നാൽ നെയ്തർ ലേക്ക് കുഡ് എക്സ്പ്ലെയിൻ ദ ഫുൾ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ കർവ്. ആ ഒരു കർവിനെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു ലോക്കും പറ്റിയിട്ടില്ല. ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഒരു ലോക്കും പറ്റിയിട്ടില്ല. അങ്ങനെയാണ് ക്ലാസിക്കൽ ഫിസിക്സ് അല്ലെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ഫെയിൽ ആവുന്നത്. ഓക്കെ, ഇനി 1900 നമ്മുടെ മാക്സ് പ്ലാങ്ക് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു? ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് എന്നൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ക്വാണ്ടൈസേഷൻ വെച്ചിട്ട് നമ്മൾ സക്സസ്ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ബ്ലാക്ക് ബോഡി റേഡിയേഷൻസ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് പോലുള്ള ക്ലാസിക്കൽ മെക്കാനിക്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കംപ്ലീറ്റ് ഫിനോമിനാസ് നമ്മളിവിടെ ക്വാണ്ടം മെക്കാനിക്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ. ഇന്നത്തെ സെഷനിൽ നമ്മുടെ വളരെ കുറഞ്ഞ ടോപ്പിക്കേ കവർ ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ഇൻഅഡീക്വസിയിലെ കുറച്ച് ഭാഗങ്ങളും പറഞ്ഞു, ബ്ലാക്ക് ബോഡി റേഡിയേഷൻസും പറഞ്ഞു. ഓക്കെ, താങ്ക് യു.